ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഏകോപിപ്പിക്കുന്ന ADGP ഒപ്പം ചെയ്യുന്ന MR അജിത് കുമാർ. നമ്മുടെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹസികമായ ഒരു തെരച്ചിലിനല്ലേ ഇപ്പോൾ തുടക്കമാകുന്നത്? തീർച്ചയായിട്ടും അത് അവർ വളരെ റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഒന്ന് ഇവരാദ്യം നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡ്രോപ്പ് ചെയ്യുന്ന ടെറൈൻസ് ടഫായിട്ട് ടെറൈൻസാണ്, സ്റ്റീപ്പാണ്, ഒരുപാട് പാറകളുണ്ട്, സ്ലിപ്പറിയാണ്. അപ്പോൾ അത് പക്ഷേ അവർ പോകുന്ന ആൾക്കാർ അതിനകത്ത് വെൽ ട്രെയിൻഡാണ്, അവർക്കറിയാം, അതുമാതിരി യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വെൽ എക്യുപ്ഡാണ്. 2 ഫോറസ്റ്റ് ഗൈഡ് കൊണ്ടുപോയിട്ടുണ്ട്. അവർ ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ കമാൻഡോസ് ഓപ്പറേറ്റ് പോലെ അല്ല, അവർക്ക് ബക്കറ്റുണ്ട്. ആ ബക്കറ്റിനകത്ത് കയറ്റി താഴെ ഇറക്കാനാണ് നോക്കുന്നത്. അതുപോലെ ബോർഡർ റിക്കവറിയാണ് നോക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു മേഖലയാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. തീർച്ചയായും വന്യമൃഗങ്ങളുടെ ഇതുണ്ട്, ഇഴജന്തുക്കളുടെ പ്രശ്നമുണ്ട്. ഒരു ഫോറസ്റ്റിനകത്ത് എന്തൊക്കെ അതർവൈസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഉള്ളതാണ്. പക്ഷേ പോകുന്ന ആൾക്കാർ അതുപോലെ വെൽ ട്രെയിൻഡാണ്. നമുക്കിവർ തിരിച്ചെത്തി അവലോകനത്തിന് ശേഷമായിരിക്കും ഈ തരത്തിലുള്ള തുടർ പരിശോധനകൾ നടക്കുക. തീർച്ചയായും ഇപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ടീം പോയി നോക്കിയതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ ടീം പോകും, സെക്കൻഡ് സോട്ടിൽ പോകും. പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഈ വനത്തിലേക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ആളുകൾ ഓടിക്കയറിയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നോ? നിലവിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ഞങ്ങൾ ആദ്യത്തെ 2 ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തു. നിലവിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. റവന്യൂ ഡേറ്റ പ്രകാരവും അതിനകത്തുള്ള അറിയാവുന്ന ട്രൈബൽസിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇപ്പോൾ. അതായത് മൃതദേഹങ്ങൾ മാത്രമേ ഇനി സാധ്യതയുള്ളൂ അവിടെ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ നോക്കുന്നത് ബോഡീസിന് വേണ്ടിയാണ്, അല്ലാതെ ലൈഫ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല.